ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയുടെ അടുത്തോട്ട് വിനയൻ എത്തണം കേട്ടോ. വിനയനും ചിരുവിനെയും കാണുമ്പോൾ ദയക്ക് ഒത്തിരി സന്തോഷമാവണം കേട്ടോ. നമ്മുടെ അച്ഛൻ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ചയാണ് ഈ കാണുന്നത്. ചിരുവച്ചും വിനയേട്ടനും ഒന്നായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിരു, മോളെ നിനക്ക് എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാൻ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങരുടെ കൂടെ വന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം ചിരുവച്ചി, വിനയേട്ടന് എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വിനയേട്ടനാണ് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത് എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ ദയ പറയാൻ കേട്ടോ. എന്തായാലും അച്ഛൻ്റെ മുന്നിലോട്ട് ഇനി ചിരിച്ചേച്ച് ഇങ്ങനെ വേണം പോകാൻ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ചിരി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വിനയനെ നോക്കുന്നുണ്ട്. പക്ഷേ വിനയനെ അംഗീകരിച്ചെന്നുള്ള ഒരു ചെറിയൊരു തോന്നലേ വിനയനിൽ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സമയം ചീരു ഇങ്ങനെ വിനയനെ ഇങ്ങനെ നോക്കുമ്പോൾ ദയ പറയണേ, എന്തായാലും നിങ്ങൾ പോയിക്കോളൂ, സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇന്ദ്രട്ടൻ്റെ കാര്യം, ഈ പറയുന്ന അനുചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പോൾ അച്ഛൻ്റെ ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ ചീരു വിനയനോട് പറയാണ്. അപ്പോൾ വിനയൻ പറയണ, അക്കാര്യത്തെക്കുറിച്ച് നിങ്ങളാരും പേടിക്കണ്ട, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അതെ, അന്ന് ആ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അനുപമയുടെ കൂടെ ഞാനാണല്ലോ പോയത്. ഞാൻ അനുപമയുമായി ഞാൻ അനുപമയ്ക്കുള്ള കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ പുറത്ത് അനുപമയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണല്ലോ അവിടെ ഈ പ്രശ്നം ഉണ്ടായതും ഹർഷ ഉണ്ടായതും സുശീലാൻറ്റി വന്നതൊക്കെ. അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇവരുടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു തോന്നൽ കൊണ്ട് തന്നെ ഒളിച്ചും പാത്തും ഞാൻ അവരുടെ ജനലിലൂടെ നോക്കി. പിന്നീട് അനുപമ ഹർഷയെ അടിക്കുന്ന ആ ഒരു സീൻ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ടതാണെന്ന് പറയുമ്പോൾ അവിടെ ചീരു പറയണം, ഒളിച്ചും പാത്തും ചെയ്യലൊക്കെ പ്രവൃത്തി നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ വിനയനെ അവിടെ ഒന്ന് തപ്പിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിനയൻ പറയണേ, ഞാനത് ചെയ്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമുണ്ട്. എന്തുപകാരം? നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ച നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു എന്ന ആ കാഴ്ച നിങ്ങൾ ആർക്ക് മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വിനയനൊരു പേരുണ്ട്, ആ പേര് തന്നെയാണ് എനിക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ചിരുവിനോട് വിനയം പറയണം, അങ്ങനെയല്ല, ആ വീഡിയോ, അതായത് ഈ ഹർഷയെ അനുപമ അടിക്കുന്ന സമയത്ത് സുശീലാൻ്റെ മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ കരുതിക്കൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതെ, ആ തല്ലുന്ന വീഡിയോയിൽ ഈ സുശീല ആൻറ്റി ഹർഷയെ അടിക്കുമ്പോൾ ഇടയിൽ കയറി വന്ന അടി മനഃപൂർവ്വം അടി ഏറ്റുവാങ്ങിയതാ. എന്താ പറഞ്ഞത്? അതെ, ഏറ്റുവാങ്ങിയതാണ്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ചീരി പറയണേ, നിങ്ങൾ ആ വീഡിയോയുമായി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന സുശീലാൻറ്റി പണ്ടേ വിനയന് വീഡിയോ എടുക്കൽ കുറച്ച് കൂടുതലാണെന്ന പേരുദോഷമായിരിക്കും ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് എന്ന് ചീരി പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി വിനയന് ആ ഒരു പേടി ഉള്ളിൽ വരികയാണ്. കാരണം ഇനി ചീരു വിനയനെ ഇങ്ങനെ അംഗീകരിച്ച് തുടങ്ങുമ്പോഴാണ് ഈ സത്യം ഇങ്ങനെ വിനയനോട് ചീരു പറയുന്നത്. അപ്പോൾ ചീരുവിൻ്റെ ഉള്ളിലുള്ള ഭയപ്പാട് വിനയന് മനസ്സിലാക്കണം. അതായത് മറ്റുള്ളവർ ഇനി അറിയുമോ എന്ന ആ പേടി, അത് ശരി തന്നെ എന്നുള്ളത് ചീരുവിന് ഉള്ളിൽ തോന്നണം കേട്ടോ. കാരണം വിനയൻ ഒരു വീഡിയോ എടുക്കുന്നവനോ ഒളിച്ചും പാത്തും നോക്കുന്നവനുള്ള ആ അപരാധം ഇനിയും വീണ്ടും നിങ്ങളുടെ പേരിൽ കേട്ട് കഴിഞ്ഞാൽ അത് താങ്ങില്ല എന്നിങ്ങനെ വിനയൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിനയൻ പറയുന്നുണ്ട്, എന്താ ചിരുവിനെ പറഞ്ഞു വരുന്നത്? അപ്പോൾ ആ വീഡിയോ കാണിക്കണ്ട എന്നാണോ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചിരുവിനോട് ചോദിക്കുമ്പോൾ ചിരു പറയണേ, ഇതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പക്ഷേ നല്ലതായിരിക്കില്ല കേൾക്കുക, അതെനിക്ക് പറയാനും കഴിയില്ല. അനുചേച്ചിയുടെ ഈ പറയുന്ന അനുചേച്ചിയുടെ ഭാഗത്തൊരു പ്രശ്നമില്ല എന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ കഴിയും. അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു ചീത്തപ്പേര് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാനിട്ടാ. അത് കേൾക്കുന്ന വിനയൻ അങ്കലാപ്പിലാവുകയാണ്. അത് സത്യമുണ്ടെന്ന് വിനയൻ ഇങ്ങനെ തോന്നിത്തുടങ്ങാണ്. അങ്ങനെ വിനയനും ചീരവും ഒരുമിച്ചെന്ന സന്തോഷത്തിൽ രഘുവും അമ്പിളിയും ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിൽ രാത്രിയാകുമ്പോൾ ചീരു എത്താണ് കേട്ടോ. അപ്പോൾ അവിടെ മഞ്ചാടി വരികയാണ്. എന്താണ് അവിടെ ദയച്ചിയുടെ പേര്, ദയച്ചിക്ക് ഇനി ജാമ്യമൊക്കെ കിട്ടൂലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും ദയ ഇനിയിപ്പോൾ അടുത്ത് തന്നെ വരും, നീ എന്തായാലും ഇവിടെ നിന്ന് കാണിച്ചത് ഒരിക്കലും ശരിയല്ല എന്ന് പറയട്ടെ. ഞാൻ എന്ത് കാണിച്ചു? ഞാൻ ഉള്ളതുപോലെ തന്നെ പറയും. കാരണം എനിക്കങ്ങനെ ജീവരാജുമായുള്ളൊരു കല്യാണം നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കണ്ട് ഗോകുലുമായുള്ളൊരു കല്യാണത്തിന് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറയാം കേട്ടോ. ഉടൻ തന്നെ ഇത് കേട്ട ചിരി ചോദിക്കുകയാണ്, എന്തിനാടി മോളെ നീ നമ്മുടെ അച്ഛനെ വീണ്ടും വേദനിപ്പിക്കാൻ ഒരുങ്ങുന്നത്? വീണ്ടും നീ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ മനസ്സ് തകരും. കാരണം അച്ഛൻ കൊടുത്ത വാക്ക് അതല്ലേ, അന്ന് നിനക്ക് അന്നേ പറയായിരുന്നില്ലേ ഗോകുലെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന്, ഇപ്പോഴെന്താ നീ ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മഞ്ചാടി പറയണേ, അതെ, ഞാൻ ഗോകുലിനെ കല്യാണം കഴിച്ചാൽ എനിക്ക് മേലിൽ വന്ന ആ ചീത്തപ്പേര് ജീവരാജുമായുള്ള ഒരു ചീത്തപ്പേരാണ്. കാരണം ജീവരാജുമായി കിടപ്പറ പങ്കിട്ടു എന്ന ഒരു പെരുദോഷമായിരിക്കും എനിക്ക് നാളെ ഗോകുലേട്ടൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അത് കിട്ടുമോ എന്ന് പറയാനും കഴിയില്ല. പിന്നെ അതുമാത്രമല്ല, ഞാനും ഗോകുലേട്ടനുമായി ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, അതും ആലോചിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ടും എന്നെ നശിപ്പിക്കാൻ നോക്കിയവൻ്റെ കൂടെ തന്നെ ഞാൻ വിവാഹം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിത പങ്കാളിയാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പേരിൽ പിന്നീട് ഒരു അപവാദം എനിക്ക് കേൾക്കേണ്ടി വരില്ല
അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എടി നീ എന്താണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛനാകെ തകർന്നിരിക്കുകയാണ്. ദയയുടെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അനുപമയുടെ പ്രശ്നം, ഇനിയിപ്പോൾ ഈ പറയുന്ന സച്ചി അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ മകളും ഈ ഒരു സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ നോക്കുകയാണോ എന്നുള്ള ആ ഒരു തീരുമാനം അച്ഛനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ തകരും. അല്ലെങ്കിൽ തന്നെ അച്ഛൻ അങ്ങനെ ഒരു തോന്നലുണ്ട്, സ്വന്തം പെൺമക്കൾ ഇപ്പോൾ പറയുന്നത് പോലെയൊന്നും കേൾക്കുന്നില്ല, അവരവരുടെ തന്നിഷ്ടത്തിന് ഓരോന്ന് കാട്ടിക്കൂട്ടുക എന്നൊരു തോന്നലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജീവരാജ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി അങ്ങ് പോകുമ്പോൾ ഈശ്വര ഇതെന്തൊരു പ്രതിസന്ധിയാണ്. ഇവിടെയാണെങ്കിൽ അനുചേച്ചിയുടെ പ്രശ്നം, എന്നാൽ തൻ്റെ ഭർത്താവിനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇട്ടുകൊടുക്കാൻ ചീരുവിൻ്റെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചീരു പറയാത്തത് കൊണ്ട് തന്നെ ഇവിടെ വിനയനും അത് പറയാൻ കഴിയുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വിനയൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഇന്ദ്രൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നാളെ ഒരു അപവാദം തൻ്റെ പേരിൽ വരുമോ എന്നൊരു പേടി കേട്ടോ. കാരണം ഈ പറയുന്ന വിനയന് അത് കേൾക്കേണ്ടി വരും, സുശീലയാണ് ആള് എന്നുള്ള സത്യവും മനസ്സിലാക്കണം കേട്ടോ. ഇതേ സമയം ചീരു ഇങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ ചീരു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം അനുപമയാണെങ്കിലോ എല്ലാത്തിനും ഒരു പരിഹാരമായി എന്നിങ്ങനെ അനുപമയോട് വന്നിട്ട് അമ്പിളിയും ഈ പറയുന്ന രഘുവും. അപ്പോൾ അനുപമ ചോദിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മുടെ ചീരുവും വിനയനും ഒരിക്കലും ഒന്നിക്കൊന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പക്ഷെ ചീരു ഇപ്പോൾ വിനയനെ ഏകദേശമൊക്കെ ഒന്ന് അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു തെളിച്ചം വന്നപ്പോൾ നിൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രഘു പറയാണ് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു ഇന്ദ്രനും ഈ പറയുന്ന അനുപമയെ സ്വീകരിച്ച് കൊണ്ടുവന്നതാണല്ലോ, ഇനിയിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതുകൊണ്ട് തന്നെ വിനയൻ ഇനി നാളെ എന്താവുമോ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അത് കേട്ടോടെ തന്നെ അമ്പിളി പറയണേ ഇനി വിനയന് ഒരു മാറ്റം ഉണ്ടാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. വിനയൻ പഴയ വിനയൻ ആവില്ല, ഇപ്പോഴത്തെ വിനയൻ തന്നെ ആയി മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ അവന് ചീരു എന്നും അവൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ എന്നെ പറയണേ. അപ്പോൾ അനുപമ പറയണേ എന്തായാലും അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്, എനിക്ക് അയാളെ ഒഴിവാക്കുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് നല്ലത്, വിവാഹമില്ലാതെ എൻ്റെ കുഞ്ഞുമായി ഒരു ഭർത്താവില്ലാതെ എൻ്റെ കുഞ്ഞുമായി ഞാൻ എവിടെയെങ്കിലും ഒരു ജോലിയും ചെയ്ത് ജീവിക്കുകയാണ്. കാരണം ഏത് സമയവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടവളായിട്ടാണ് ഇന്ദ്രേട്ടൻ്റെ ഭാര്യയായി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. കാരണം അമ്മയ്ക്ക് മാത്രം വില കൊടുക്കുന്നവൻ ഒരിക്കലും ഭാര്യയ്ക്ക് വില തരാത്തത് കൊണ്ട് തന്നെ എനിക്കെന്നും അപവാദം മാത്രമേ കേൾക്കത്തുള്ളൂ, എന്നും അപവാദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു തീരുമാനം അയാളുമായുള്ള ബന്ധം ഇനി വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. അത് അച്ഛൻ്റെ മുഖത്തടിച്ച് പറയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇന്ദ്രനുമായി ഞാൻ മുന്നോട്ട് പോവില്ല. അത് ഇനിയിപ്പോൾ ഞാനൊരു നിരപരാധിയാണ്, ഇവിടെ ഈ പറയുന്ന അയാളുടെ അമ്മയാണ് ഇതിലൊക്കെ കളിച്ചത് എന്ന് ഇന്ദ്രേട്ടൻ നാളെ അറിഞ്ഞാലും ഞാൻ അയാളുമായുള്ള ഒരു ജീവിതം മുന്നോട്ട് ഇനി പോവാൻ തീരുമാനിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനുഭവം പറയുമ്പോൾ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ചീരു ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആ വീഡിയോ കുറച്ച് ലൈറ്റായിട്ടായിരിക്കും എല്ലാവർക്കും മുന്നിൽ കാണാൻ പോകുന്നത്.